വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ലാലേട്ടൻ വീണ്ടും 4 ഗസ്റ്റിനെ കൊണ്ടുവന്നു. മറ്റേ നമ്മുടെ ബൊമ്മ ഗസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്നു. സോ അവരുടെ സജഷൻസ് ഒക്കെ കേൾക്കുന്ന പോലെ വോയിസ് ഒക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ഫാൻ സോൺ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എല്ലാവരും പറഞ്ഞ പോലെ നെക്സ്റ്റ് ടീമിനായിരുന്നു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഇവര് ഇങ്ങനെ ബൊമ്മയെ കൊണ്ടുവരുന്ന ഒരു ഫോട്ടോനെ ഒരു ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ഈ ഗെയിംസിനെ കുറിച്ചിട്ട് അഡ്രസ്സ് ചെയ്തപ്പോൾ ജിൻറ്റോ, ശ്രീതു ആൻഡ് ജാസ്മിൻ വേറെ ടീമിലേക്കാണ് കളിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മാറ്റാൻ പോയില്ല. എന്താണെന്ന് അറിഞ്ഞില്ല, ജസ്റ്റ് ഒരു കൂളായിട്ടാണെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ പ്രേതത്തിന്റെ പോലെ കാണിച്ചതിനെ ഇവർക്ക് എല്ലാവർക്കും ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ മഞ്ഞുമേൽ ബോയ്സ് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതൽ. അതിന്റെ ഒരു പ്രൊമോഷനും അതിന്റെ ഒരു രീതിക്കും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ടാസ്ക് ആയിട്ട് കൊടുത്ത് ഒരു ടീമിലെ ഒരാൾ ഒരു കേജിനുള്ളിൽ പോയി നിൽക്കണം. അപ്പൊ അവരത് ലോക്ക് ചെയ്യും. എന്നിട്ട് കുറെ ചാവി അവിടെ ഉണ്ടാകും. സോ കുറെ ചാവിന്ന് തെരഞ്ഞ് അത് ഓപ്പൺ ചെയ്യണം. അതിൽ ഏറ്റവും സ്പീഡായിട്ട് ചെയ്തത് ഡെൻ ടീമായിരുന്നു. ജാസ്മിൻ ഇന്നലെ മൊത്തം അങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഗബ്രീന്ന് പറഞ്ഞു അതിനേ പൊട്ടി. അപ്പോൾ ഗബ്രീനെ നന്നായി മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഗബ്രി പുറത്ത് വന്നതും ഈ സ്കൂൾ എല്ലാം അങ്ങനെ ഓക്കെ എന്നുള്ള വൈബ് സെറ്റ് ആയിട്ടുണ്ട്. അത് അകത്തിരിക്കുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. പിന്നെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചു. റസ്മിൻ ബൈയുടെ ക്യാപ്റ്റൻസി എല്ലാവരും അത്ര പോരാ എന്നുള്ള ഒരു ലെവലായിരുന്നു. ബിക്കോസ് ഷി വാസ് ഓൾസോ പ്ലേയിങ് ദി ഗെയിം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഋഷിയാണ് ക്യാപ്റ്റൻ. സോ ഋഷിക്കുള്ള സജഷൻ എന്ത് ചെയ്താലും ഇല്ല എന്ന് പറയും, ചെയ്തില്ലേലും അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് എന്താണ് പറ്റുക അത് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ അവസാനം നോമിനേഷനിൽ ഉള്ള എല്ലാവരും വേണ്ടിയിട്ട് നിൽക്കാൻ പറഞ്ഞ് ഒരു ക്യൂ കാർഡ് കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. സോ എല്ലാവരും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരുടെ കണ്ടും ഒറ്റ തന്നെയായിരുന്നു രതീഷ് എവിക്റ്റഡ്. ഹി വാസ് നോട്ട് എ കണ്ടസ്റ്റന്റ്. അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുത്ത് എവിക്ഷൻ ഇല്ല എന്നുള്ളത് പോലെ ആക്കി. ഒരാളെയും കൂടെ എവിക്ട് ചെയ്യാമായിരുന്നു. ഒരാളെയും കൂടെ എവിക്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ നന്നായി പോയേനെ. ബിക്കോസ് ഗബ്രീനെ ആരും എക്സ്പെക്ട് ചെയ്തില്ല. അതുപോലെ ഇനി ഒരാളെയും കൂടെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെയും കൂടെ പുറത്ത് വിടണമായിരുന്നു എന്നതാണ്. നോറയും ജിൻറ്റോയും കയ്യിൽ കയറ് കെട്ടിയ ടാസ്കിനെയും ഫണ്ണായിട്ട് എടുക്കാമായിരുന്നു എന്നുള്ളതായി. എല്ലാവരും കുറച്ച് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻസ് ഒക്കെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വലിയ വഴക്കം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഈ വീക്ക് ആരും അങ്ങനെ വഴക്കോ അങ്ങനെ പറയത്തക്ക രീതിയിൽ ആരും അങ്ങനൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു വലിയ ഇതിൽ പോയില്ല. പക്ഷെ എപ്പിസോഡ് കഴിഞ്ഞതുമാണ് റസ്മിൻ ബൈൻ്റെ ടെമ്പർ തെറ്റിയത്. ഇനി ഞാൻ കൺസിഡർ ചെയ്യില്ല എന്ന് ജിൻറ്റോനോട് പറഞ്ഞ് വഴക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു വഴക്ക് വീണ്ടും ഇവർ പഴയ പോലെ ഫസ്റ്റ് വീക്ക് പോലെ അടിയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല നമുക്ക് ഈ വീക്ക് എങ്ങനെ പോകുന്നു. ഋഷിയുടെ ക്യാപ്റ്റൻസി ആൻഡ് ഋഷി ആരൊക്കെയാണ് പവർ ടീമിലേക്ക് കയറ്റുന്നത് ഇവർ പ്ലാൻ ചെയ്ത പോലെ മറ്റേ 7 പേരാണോ അതോ സ്മാർട്ടായിട്ട് 2 പേരിട്ട് ബാക്കി എല്ലാവരും പുറത്തിട്ട് എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവരുമോ എന്താണെന്ന് അറിയില്ല. ഋഷി എല്ലാവരും സേഫ് ആക്കാനേ നോക്കുള്ളൂ എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചും കൂടെ നന്നായിരിക്കും. ബിക്കോസ് പുതിയ പവർ ടീം, പുതിയ റൂൾസ്, എല്ലാം പുതിയതായിരിക്കണം. അപ്പോൾ നോക്കാം ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ.